ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈൻസ്. ലൈൻസ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് പോയിൻ്റ് എന്ന് നോക്കാം. എ പോയിൻ്റ് റെപ്രസെൻ്റ് എ ലൊക്കേഷൻ ഇൻ സ്പേസ് ഹാവിങ് നോ വിഡ്ത്ത് ഓർ ഹൈറ്റ്. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഇൻ എ സ്പേസ് ആണ്, അതിന് വിഡ്ത്തും ഇല്ല ഹൈറ്റും ഇല്ല. ഇറ്റ് റെപ്രസെൻറ്റഡ് ബൈ എ ഡ്രോയിങ് ഇൻ്റർസെക്ഷൻ ഓഫ് ലൈൻസ് ഓർ എ ഡോട്ട്. ഒരു കുഞ്ഞു ഡോട്ടായിട്ട് നമുക്ക് പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പോയിൻ്റ് ഉണ്ടാകുന്നു. ഇനി എന്താണ് ലൈൻ എന്ന് നോക്കാം. ഈ പോയിൻറ്റിൻ്റെ പാത്തിനെയാണ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് മൂവ് ചെയ്യുമ്പോൾ ലെങ്ത്ത് മാത്രമേ കാണത്തുള്ളൂ, തിക്നെസ്സും ഉണ്ടാവില്ല, വിഡ്ത്തും ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് നോ തിക്നെസ് ആൻഡ് വിഡ്ത്ത്, ഇറ്റ് ഹാസ് ഓൺലി ലെങ്ത്ത്. ഇനി രണ്ട് ടൈപ്പ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്, കർവ്ഡ് ലൈൻസും ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഇറ്റ്സ് എ പാത്ത് ഓഫ് എ പോയിൻ്റ് വെൻ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ലൈനാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഓറിയൻറ്റേഷൻ. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ട്. ഇനി ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈൻസിൽ വരുന്നതാണ് ഹൊറിസോണ്ടൽ ലൈന്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർഫസ് ഓഫ് സ്റ്റിൽ വാട്ടർ, ഒഴുകാതെ നിൽക്കുന്ന വാട്ടറിൻ്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹൊറിസോണ്ടൽ ലൈന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിനെയാണ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലം ബോബ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലൈന്, അതിനെയാണ് അത് പ്ലം ലൈൻ എന്ന് പറയാം. അപ്പോൾ എ ലൈൻ അലോങ് പ്ലം ലൈൻ ഓഫ് ദ പ്ലം ബോബ് ഓർ പാരലൽ ടു ദ പ്ലം ലൈൻ. ഇങ്ങനെ ഇതൊരു വെർട്ടിക്കൽ ലൈൻ എക്സാമ്പിളാണ്. പിന്നെ ഉള്ളത് ഇൻക്ലൈൻഡ് ലൈൻ. ഇൻക്ലൈൻഡ് ലൈനിൻ്റെ വേറൊരു പേരാണ് ഒബ്ലിക് ലൈൻ. ഒബ്ലിക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൈൻഡ് ലൈനാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, നൈദർ ഹൊറിസോണ്ടൽ നോർ വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ ലൈനും അല്ല വെർട്ടിക്കൽ ലൈനും അല്ലാത്ത ലൈൻസിനെയാണ് ഇൻക്ലൈൻഡ് ലൈൻസ് അല്ലെങ്കിൽ ഒബ്ലിക് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് കർവ്ഡ് ലൈൻസ്. കർവ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പാത്ത് ഓഫ് എ പോയിന്റ് വിച്ച് ഓൾവേസ് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻസ്, അതിനെയാണ് കർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നത്. പാരലൽ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, അങ്ങനെ പോകുന്ന ലൈൻസിനെയാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഈ പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല, ഡു നോട്ട് മീറ്റ്. അപ്പോൾ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. അങ്ങനെയുള്ള ലൈൻസാണ് പാരലൽ ലൈൻസ്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈൻ 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലൈൻസിനെ പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് എന്നാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.